വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്ന് നമുക്ക് നോക്കാം. 7th സെമസ്റ്റർ ബികോം LLB ഹോണേഴ്സ് 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ ഒക്ടോബർ 2025. പരീക്ഷ രജിസ്ട്രേഷൻ ഫെബ്രുവരി 4 നാളെ മുതൽ അവൈലബിൾ ആകും. ഫെബ്രുവരി മാസം 18 വരെ ഫൈനില്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 200 രൂപ ഫൈനോടുകൂടി ഫെബ്രുവരി മാസം 23 വരെയും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. പരീക്ഷ തുടങ്ങുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. 9th സെമസ്റ്റർ ബികോം LLB ഹോണേഴ്സ് 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ ഒക്ടോബർ 2025. പരീക്ഷ രജിസ്ട്രേഷൻ ഫെബ്രുവരി 4 നാളെ മുതൽ അവൈലബിൾ ആകും. ഫെബ്രുവരി മാസം 18 വരെ നിങ്ങൾക്ക് ഫൈനില്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 200 രൂപ ഫൈനോടുകൂടി ഫെബ്രുവരി മാസം 23 വരെയും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുന്നു. പരീക്ഷ തുടങ്ങുന്ന തീയതി പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിക്കും. അടുത്തൊരു ടൈം ടേബിൾ നോക്കാം. ടൈം ടേബിൾ ഫോർ 4th സെമസ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് PG റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2026 CBCSS 2021-24 അഡ്മിഷൻ ആൻഡ് ടൈം ടേബിൾ ഫോർ 4th സെമസ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് PG സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2025 CBCSS 2020 അഡ്മിഷൻ ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് അഫിലിയേറ്റഡ് കോളേജസ്. പരീക്ഷ മാർച്ച് 3 ആരംഭിക്കും. ഡീറ്റെയിൽഡ് ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അടുത്തൊരു ലിങ്ക് ഫോർ അപ്ലോഡിംഗ് APC ആൻഡ് ഇൻറ്റേർണൽ മാർക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫസ്റ്റ് സെമസ്റ്റർ MEd റെഗുലർ എക്സാമിനേഷൻ ഡിസംബർ 2025 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ APC അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫെബ്രുവരി 4 നാളെ മുതൽ 6 വരെയും ഇൻറ്റേർണൽ മാർക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഫെബ്രുവരി 10 മുതൽ 16 വരെയുമാണെന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നു. അധ്യാപകർക്കുള്ള അപ്ഡേറ്റ് ആണ് അത്. അടുത്തൊരു ടൈം ടേബിൾ നോക്കാം. ടൈം ടേബിൾ ഫോർ 10th സെമസ്റ്റർ ഇൻറ്റഗ്രേറ്റഡ് PG റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ CBCSS ഏപ്രിൽ 2026 2020 ആൻഡ് 21 അഡ്മിഷൻ ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് അഫിലിയേറ്റഡ് കോളേജസ്. പരീക്ഷ 9:30 മുതൽ 12:30 വരെയാണ്. പരീക്ഷ മാർച്ച് 3 തന്നെ ആരംഭിക്കും. ഡീറ്റെയിൽഡ് ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ്. അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പരീക്ഷ നോട്ടിഫിക്കേഷൻ നോക്കാം. 3rd സെമസ്റ്റർ ബികോം LLB ഹോണേഴ്സ് 2021-24 അഡ്മിഷൻ റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ ഒക്ടോബർ 2025. 3rd സെമസ്റ്റർ ബികോം LLB ഹോണേഴ്സ് 2020 അഡ്മിഷൻ സപ്ലിമെന്ററി എക്സാമിനേഷൻ ഒക്ടോബർ 2024. പരീക്ഷ രജിസ്ട്രേഷൻ ഫെബ്രുവരി 4 നാളെ മുതൽ അവൈലബിൾ ആകും. ഫെബ്രുവരി മാസം 18 വരെ ഫൈനില്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 200 രൂപ ഫൈനോടുകൂടി ഫെബ്രുവരി മാസം 23 വരെയും അപ്ലൈ ചെയ്യാം. പരീക്ഷ തുടങ്ങുന്ന തീയതി പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിക്കുമെന്നുള്ള വിവരമാണ് ശ്രദ്ധയിൽപ്പെടുത്തി. പരീക്ഷ തുടങ്ങുന്ന തീയതി പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിക്കും. അടുത്തൊരു പരീക്ഷ നോട്ടിഫിക്കേഷൻ നോക്കാം. 5th സെമസ്റ്റർ ബികോം LLB ഹോണേഴ്സ് 2020 അഡ്മിഷൻ റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ഒക്ടോബർ 2025. പരീക്ഷ ഫെബ്രുവരി മാസം 4 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. ഫെബ്രുവരി മാസം 18 വരെ ഫൈനില്ലാതെയും 200 രൂപ ഫൈനോടുകൂടി ഫെബ്രുവരി മാസം 23 വരെയും അപ്ലൈ ചെയ്യാം. പരീക്ഷ തുടങ്ങുന്ന തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിന്നീട് അറിയിക്കും. അടുത്ത കുറച്ച് റിസൾട്ട് നമുക്ക് നോക്കാം. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 5th സെമസ്റ്റർ BBOC ബാങ്കിങ് ഫിനാൻസ് സർവീസ് ആൻഡ് ഇൻഷുറൻസ് CUCB-CSS സപ്ലിമെൻ്ററി എക്സാമിനേഷൻ നവംബർ 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 5th സെമസ്റ്റർ BBOC പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ ജിമിനോളജി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മൾട്ടിമീഡിയ റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ നവംബർ 2024 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 2nd സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റെഗുലർ എക്സാമിനേഷൻ 7/2025 2020 2021 2022 2023 2024 അഡ്മിഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ റിസൾട്ട് ഓഫ് 3rd സെമസ്റ്റർ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിനേഷൻ 9/2023 2016 അഡ്മിഷൻ റിസൾട്ട് വന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് ആണ്. ഇന്ന് വന്ന അപ്ഡേറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് കർദ ഫൗണ്ടർ സ്ക്രൈബ് ഫോർ ദ ഗൈഡൻസ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.